ലോകത്തെ ഏറ്റവും വലിയ ഭീകര സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ തലപ്പത്തെ രണ്ടാമനും ആഗോളതലത്തിൽ ഭീതി പടർത്തിയ കൊടും ഭീകരനുമായ അബു ബിലാൽ അൽ മിനൂക്കിയെ അമേരിക്കൻ സൈന്യം വധിച്ചു. നൈജീരിയൻ സായുധ സേനയുമായി ചേർന്ന് US നടത്തിയ അതീവ സങ്കീർണമായ മിന്നൽ നീക്കത്തിലാണ് അൽ മിനൂക്കി കൊല്ലപ്പെട്ടത്. ISന്റെ ആഗോള നട്ടെല്ലൊടിക്കുന്ന ഈ വാർത്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെ ലോകത്തെ അറിയിച്ചത്. അവൻ ആഫ്രിക്കയിലെ കാടുകളിൽ ഒളിച്ചിരിക്കാമെന്ന് കരുതി. എന്നാൽ അവന്റെ ഓരോ ചലനങ്ങളും ഒപ്പിയെടുക്കാൻ ഞങ്ങൾക്ക് കൃത്യമായ ആളുകളുണ്ടായിരുന്നു. ട്രംപിന്റെ വാക്കുകളിൽ ശത്രുവിനെ തകർത്തതിന്റെ ആവേശം വ്യക്തമായിരുന്നു. മാസങ്ങളോളം നീണ്ട ആസൂത്രണത്തിനൊടുവിലാണ് നൈജീരിയയിലെ ഒളിത്താവളത്തിൽ വെച്ച് അൽ മിനൂക്കിയെ അമേരിക്കൻ സൈന്യം ആയുധമുനയിൽ തകർത്തത്. ഇതോടെ ISന്റെ ആഫ്രിക്കൻ മേഖലയിലെയും ആഗോളതലത്തിലെയും പ്രവർത്തനങ്ങൾ തകിടം മറിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ. വെറുമൊരു തീവ്രവാദിയല്ല അൽ മിനൂക്കി. ISന്റെ ആഗോളതലത്തിലെ ഈ സെക്കൻഡ് ഇൻ കമാൻഡറായിരുന്നു ഇയാൾ. സഹേൽ മേഖലയിലെ 12ഓളം രാജ്യങ്ങളിൽ ഭീകരപ്രവർത്തനം ഏകോപിപ്പിച്ചിരുന്നത് ഇയാളായിരുന്നു. ഇസ്ലാമിക് സ്റ്റേറ്റ് വെസ്റ്റ് ആഫ്രിക്ക പ്രൊവിൻസിലെ ഏറ്റവും കരുത്തനായ നേതാവ്. 2023 തന്നെ അമേരിക്ക ഇയാളെ ആഗോള ഭീകരനായി പ്രഖ്യാപിച്ച് തലയ്ക്ക് വിലയിട്ടിരുന്നു. ആഫ്രിക്കൻ രാജ്യങ്ങളെ ഭീതിയിലാഴ്ത്തുകയും അമേരിക്കക്കാർക്കെതിരെ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുകയും ചെയ്തിരുന്ന ഇയാൾക്ക് ഇത്ര പെട്ടെന്ന് പണി കിട്ടുമെന്ന് IS ക്യാമ്പുകൾ പോലും കരുതിയിരുന്നില്ല. അൽ മിനൂക്കിയുടെ മരണം IS എന്ന ഭീകരപ്രസ്ഥാനത്തിന് ഏൽപ്പിച്ച ആഘാതം ചെറുതല്ല. സഹേൽ മേഖലയിലെയും നൈജീരിയയിലെയും ജനങ്ങളെ ഇനി ഇയാൾക്ക് ഭീഷണിപ്പെടുത്താൻ കഴിയില്ലെന്നും ട്രംപ് വ്യക്തമാക്കി.